എല്ലാ പ്രേക്ഷകർക്കും 1PM ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അസിത സഹീർ. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ആദ്യം പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ്. സംഘർഷമൊഴിയാതെ പശ്ചിമേഷ്യ. ടെഹ്റാനിലെ താമസ സമുച്ചയങ്ങൾ ഉൾപ്പെടെ തകർത്ത് 6ാം ദിനവും ഇറാനിൽ ഇസ്രായേൽ അമേരിക്ക സൈനിക നടപടി തുടരുന്നു. ആക്രമണത്തിന് പുറമെ കുടിവെള്ളവും വൈദ്യുതിയും കൂടി മുടങ്ങിയതോടെ ജനം കൂടുതൽ ദുരിതത്തിലായി. ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടൽ തുടരുന്ന ലെബനോണിൽ കൂടുതൽ മേഖലകളിലേക്ക് ഇസ്രായേൽ കരവ്യോമാക്രമണം വ്യാപിപ്പിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ യുദ്ധക്കപ്പൽ തകർത്തതിൽ അമേരിക്കയ്ക്ക് കഠിനമായി ഖേദിക്കേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പ്രതികരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധകാല അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള യുദ്ധാധികാര പ്രമേയം ഇന്നലെ US സെനറ്റ് വോട്ടിനിട്ട് തള്ളി. ഇതോടെ ട്രംപ് ഇറാനെതിരെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോയേക്കും. അതിനിടെ മുൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഇറാനെതിരെ കാനഡ ഭാഗമായേക്കുമെന്നുള്ള സൂചന കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നൽകി. 2 പോർവിമാനങ്ങൾ മധ്യപൂർവേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ഓസ്ട്രേലിയ. അതിനിടെ സ്പെയിന് മേൽ സമ്പൂർണ്ണ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് തള്ളി. യുദ്ധം അന്താരാഷ്ട്ര നിയമങ്ങളുടെ തകർച്ചയാണെന്നും പെഡ്രോ സാഞ്ചസ്. കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാൻ മാറ്റിവെച്ചത് സംസ്കാര ചടങ്ങിലേക്ക് ഇസ്രയേൽ ആക്രമണമുണ്ടാകുമെന്ന ഭീതിയെ തുടർന്നാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ലെബനോൺ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഇന്ന് കനത്ത വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ അമേരിക്കൻ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാനിൽ നിന്നും 2000 മൈലുകൾക്കപ്പുറം ഇറാനിയൻ പടക്കപ്പലായ ദേന മുഖ്യ നടപടി അമേരിക്കയുടെ ക്രൂരതയാണെന്നും അമേരിക്കയുടെ നടപടിക്ക് കഠിനമായി ഖേദിക്കേണ്ടി വരുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറഞ്ഞു. അതിനിടെ തുർക്കിയിലേക്ക് ഇറാൻ മിസൈൽ വിക്ഷേപിച്ചെന്ന വാർത്ത ഇറാൻ നിഷേധിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്തതിൽ വിവാദം. അമേരിക്കൻ നടപടി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയെന്ന വിമർശനമാണ് ഉയരുന്നത്. ഇന്ത്യൻ നാവികസേന ആതിഥ്യം വഹിച്ച നാവികാഭ്യാസത്തിൽ പങ്കെടുത്തു മടങ്ങിയ യുദ്ധക്കപ്പൽ തകർത്തതിൽ ഇനിയും കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നാവികാഭ്യാസത്തിനു ശേഷം വിശാഖപട്ടണത്ത് നിന്ന് മടങ്ങുകയായിരുന്ന ഇറാൻ കപ്പലാണ് തകർത്തത്. ഇന്ത്യൻ തീരത്ത് നിന്ന് മടങ്ങിയ കപ്പൽ തകർത്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. സംഭവത്തിൽ സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വശവും പരിശോധിച്ച ശേഷം പ്രതികരണമുണ്ടാകും. അതേസമയം ഇന്ത്യൻ തുറമുഖങ്ങൾ US നാവികസേന ഉപയോഗിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയം തള്ളി. ശ്രീലങ്കയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ യുദ്ധക്കപ്പലായ IRIS ദേനയ്ക്ക് നേരെയാണ് അമേരിക്കൻ അന്തർവാഹിനി ആക്രമണം നടത്തിയത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ വധത്തിൽ ഡൽഹിയിലെ ഇറാൻ എംബസിയിൽ ദുഃഖാചരണം നടത്തി. ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ഇന്ത്യയിലെ ഇറാൻ നയതന്ത്ര പ്രതിനിധി വ്യക്തമാക്കി. 24 ഡൽഹി. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിൽ 6ാം ദിനവും സമാധാന സാധ്യത തെളിയുന്നില്ല. ഇറാനെതിരെ ഇസ്രയേലും US ആക്രമണം തുടരുകയാണ്. ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഇറാനും തുടരുന്നു. PP ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. PP ജെയിംസ്, സമാധാന സാധ്യത എവിടെ നിന്നെങ്കിലും ഉണ്ടാകുമോ എന്നത് കാതോർത്തിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്കാണ്. ചർച്ചയ്ക്കില്ല എന്ന നിലപാട് ഇറാൻ ആവർത്തിക്കുന്നത് എത്രമാത്രം ആശങ്ക നിലനിൽക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അസീത, ഒരു സമാധാനത്തിനുള്ള സാധ്യതകളൊന്നും ഈ അടുത്തൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഒരു എക്സ്റ്റെൻഡഡ് വാർ, കൂടിയ ഒരു യുദ്ധത്തിന് തങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടെന്ന് അവരുടെ സംയുക്ത സേനാ മേധാവി ഡാൻ കെയ്ൻസ് തന്നെ ഈ മണിക്കൂറുകളിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രംപ് പറഞ്ഞത് 4 ആഴ്ച യുദ്ധമെന്നാണ്. അതിനൊരു കാരണമുണ്ട്. ഒരുപക്ഷെ US കോൺഗ്രസ് ട്രംപിൻ്റെ ഈ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ യുദ്ധം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ എല്ലാ സൈനികരും പിൻവലിക്കേണ്ടി വരും. അത് പേടിച്ചിട്ടാണ് 30 ദിവസം എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്നു 100 ദിവസമെങ്കിലും യുദ്ധം നീണ്ടുപോകുമെന്ന് പറയുന്നു. അങ്ങനെ വേണ്ടി വന്നാൽ അതിനുള്ള ആയുധങ്ങൾ അമേരിക്കയുടെ കയ്യിലുണ്ടെന്ന് പറയുന്നത് അവിടെ സംയുക്ത സേനാ മേധാവിയാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അസിത, അവിടെ
ലോക്ഹീഡ് മാർട്ടിൻ, RTX തുടങ്ങിയിട്ടുള്ള വമ്പൻ ലോകത്തിലെ ആയുധ കച്ചവട കമ്പനികളുമായി തിരക്കിട്ട ചർച്ച ഇന്നലെ നടക്കുകയായിരുന്നു അമേരിക്കയിൽ. വലിയ കമ്മീഷൻ ഇതൊക്കെയുള്ള പരിപാടികളാണ്. എന്നാലും ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള കൂടുതൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് വാങ്ങാനുമുള്ള ചർച്ചകളാണ് നടന്നത്. അപ്പോൾ ആയുധ കച്ചവടക്കാർ ത്വര പിടിച്ച് കിടക്കുകയാണ്, മനുഷ്യരെ കൊന്നൊടുക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇറാനിയൻ യുദ്ധക്കപ്പൽ ശ്രീലങ്കയുടെ തീരത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുക്കിയ സംഭവം വലിയ വിവാദമായിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് സേനാഭ്യാസം കഴിഞ്ഞ് മടങ്ങിയതാണ്. ഇന്ത്യയുടെ ബാക്ക് യാർഡിലാണ് പ്രദേശം. ഇന്ത്യയെ നാണം കെടുത്തുന്ന രീതിയിലാണ് അമേരിക്ക ടോർപിഡോ പ്രയോഗിച്ച് ആ കപ്പൽ തകർത്തത്. അതിൽ 150 പേരുണ്ടായിരുന്നു, 32 പേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഏതാണ്ട് 150ഓളം പേർ കടലിൽ മുങ്ങിപ്പോയി മരിച്ചുപോയി എന്നുള്ളതാണ്. ഇത് വല്ലാത്ത അന്താരാഷ്ട്ര വിവാദമായിരിക്കുകയാണ്. മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് അറിയിപ്പ് കൊടുക്കണം, മുന്നറിയിപ്പ് നൽകണം, ഒന്നും നൽകിയിട്ടില്ല. ഒളിച്ചു വന്ന് 1500 കിലോ തൂക്കമുള്ള 6 മീറ്റർ വീതിയുള്ള ടോർപിഡോ അന്തർവാഹിനിയിൽ നിന്ന് അയച്ച് ഇത് തകർക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സേത്ത് തന്നെ പറഞ്ഞത് ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണെന്നാണ്. അത് തന്നെ നുണയാണ്. 1941 അമേരിക്കയുടെ പേൾ ഹാർബറിൽ 12 അമേരിക്കൻ കപ്പലുകൾ ജപ്പാൻ മുക്കിയിരുന്നു. അതായിരിക്കും അദ്ദേഹം ഓർക്കുന്നത്. അതിനപ്പുറത്തേക്ക് ചരിത്രം അറിയില്ല. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ 13 ദിവസം കൊണ്ട് വിജയിച്ചെങ്കിലും ഇന്ത്യയുടെ കുക്രി എന്ന കപ്പൽ ഗുജറാത്തിലെ ദിയുവിൽ വെച്ച് മുക്കിയത് പാകിസ്ഥാൻ അന്തർവാഹിനിയാണ്. ടോർപിഡോ 3 ടോർപിഡോ ഹിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്യാപ്റ്റൻ കപ്പലിനോടൊപ്പം രക്ഷപ്പെടാൻ സമ്മതിക്കാതെ കപ്പലിനോടൊപ്പം മുങ്ങുകയായിരുന്നു, അധികം മരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാവുന്നു, യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്നെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഏതാണ്ട് നിർത്തി എന്നുള്ളത് ആശ്വാസമാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ. ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ക്ലസ്റ്റർ ബോംബ് ആക്രമണം ഇസ്രായേലിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം ഒരു ബോംബ് ചെന്ന്, ബാലിസ്റ്റിക് മിസൈൽ ചെന്ന് അത് 20-30 കഷ്ണങ്ങളായി 7 കിലോമീറ്റർ ഉയരത്തിൽ പൊട്ടിത്തെറിച്ച് 8 കിലോമീറ്റർ ചുറ്റളവിലാണ് വീഴുന്നത്. അത് തടയാൻ അയൺ ഡോമിന് കഴിയുന്നില്ല. അതുകൊണ്ട് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഫത്ത 1 ആൻഡ് ഫത്ത 2 പല പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ഇസ്രായേലിൽ വീഴുന്നു. അത് ഇസ്രായേലിന് വല്ലാത്ത ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ആരോപണമായിട്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വന്നിട്ടുണ്ട്, ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാൻ പാടില്ല. തിരിച്ച് ഇറാന്റെ നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള വേവ് ഓഫ് അറ്റാക്കാണ് ഇസ്രായേലും അമേരിക്കയും കൂടി നടത്തുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കമാൻഡ് സെൻറ്റർ തകർത്തിട്ടുണ്ട്. ഒരുപാട് റവല്യൂഷണറി ഗാർഡ്സിൻ്റെ മേധാവികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഡാൻ കെയ്ൻസ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഉള്ളിലേക്ക് കയറി ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ്, കൂടുതൽ ശക്തമായ ആക്രമണത്തിലേക്ക് പോകുന്നു. ലെബനനിൽ വല്ലാത്ത അവസ്ഥയാണ്. ഇസ്രായേൽ സേന കരയുദ്ധമായി ഇടപെടുകയാണ്. ഇപ്പോൾ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നിങ്ങളെല്ലാം ഈ കേരളത്തിലെ വളരെ സജീവമായി കാര്യങ്ങളെ കാണുകയും വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ PK ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം നിങ്ങളിപ്പോൾ ഇവിടെ ആവർത്തിച്ചല്ലോ. ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല പത്രപ്രവർത്തകരാണ്, ഏത് കാര്യം പൊതുസമൂഹത്തിൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ നന്നായി പരിശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം മുതലുള്ള എൻ്റെ സമ്പത്തും എൻ്റെ എല്ലാം ഒന്ന് അന്വേഷിക്കുക. ഒരു തരി മണ്ണിൻ്റെ വലുപ്പമോ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഭാര്യയുടെ വരുമാനത്തിൽ നിന്നും അധികമായി എന്തെങ്കിലും ഒരു തരിയുടെ സമ്പത്തിൻ്റെ വലുപ്പമോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ വ്യക്തി ജീവിതത്തിലോ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാലും ഞാനിപ്പോൾ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. എന്നാൽ PK ശശി അതിന് തയ്യാറാവുമോ? PK ശശി അതിന് തയ്യാറാവുമോ? PK ശശിയുടെ പൊതുജീവിതം ആരംഭിക്കുന്ന കാലം മുതൽ ഇന്ന് ദിവസം വരെയുള്ള അയാളുടെ സമ്പത്ത് അങ്ങോട്ട് എടുത്ത് പരിശോധിക്കുക. ഞാൻ വേണമെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ തെളിവില്ല, ഞാൻ തെളിവുകളൊക്കെ വിളിച്ചു തരാം. ഞങ്ങൾ അന്വേഷിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. PK ശശി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ നടപടിയെടുക്കുക, തിരിച്ചു വരിക, നടപടിയെടുക്കുക, തിരുത്തി പറഞ്ഞ് തിരിച്ചു വരിക, ഇതായിരുന്നല്ലോ. ഇങ്ങനെ ഒരാൾ പാലക്കാട് ജില്ലയിലില്ല.
അത് SFI കാലം മുതൽ അങ്ങനെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരാളുടെ എല്ലാം പ്രസ്താവനയെ മുഖവിലിക്കെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ ഒരു സുരേഷ് ബാബു ആണ് PK ശശിക്ക് മറുപടി പറയുന്നത്. PK ശശി ഇപ്പോൾ വീണ്ടും സംസാരിക്കുന്നുണ്ട്. അത് റാക്കറ്റാണ്, അതൊരു നെക്സസ് ആണ്. ആ നെക്സസിന്റെ തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പാർട്ടി എന്ന പേരിൽ നടക്കുന്നത് ഈ നെക്സസിന്റെ തീരുമാനമാണ്. അതൊരു വിഷ്യസ് നെക്സസ് ആണ്. അതിപ്പോ അവരോട് ചോദിക്കണം, അവരുണ്ടാവുമല്ലോ. അതൊന്നും ഇപ്പൊ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ട് വരുമ്പോൾ സംസ്ഥാന നിലവാരത്തിലേക്ക് ഒക്കെ വന്നു എന്ന് വരും, ഒരു സംശയമില്ല. അപ്പോൾ ഇയാളിപ്പോൾ എന്നെ പുറത്താക്കി നിങ്ങൾ വാർത്ത വന്നല്ലോ, പുറത്താക്കി എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അത് കൂടുന്നൊരു ഒരു 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 വിവരം കിട്ടി അങ്ങനെ ആയിരിക്കുമല്ലോ. അതായിരിക്കും, എന്തോ ആയിക്കോട്ടെ. അങ്ങനെ തീരുമാനമെടുത്ത ആരുടെ പത്രക്കുറിപ്പാ, ജില്ലയുടെയോ സ്റ്റേറ്റിൻ്റെ? ഞാൻ കണ്ടില്ല. അത് തെളിയിക്കാം. പച്ച നുണയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന, പച്ച നുണയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു വേദവാക്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. പച്ച നുണ പ്രചരിപ്പിക്കുന്ന ആളാണ്, തെളിയിക്കപ്പെടാം. രേഖകൾ സഹിതം ഞങ്ങൾ ഏത് ഒരു വെല്ലുവിളിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ തയ്യാറാണോ എന്ന രീതിയിലുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി സ്വീകരിക്കാൻ PK ശശിയും തയ്യാറാണോ? ഈ കൂട്ടായ്മ അതിന് തയ്യാറാവും, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ധീരമായ കാര്യത്തിലേക്ക് ഇങ്ങനെ ഞങ്ങൾ പുറപ്പെടുവോ? നിങ്ങളെന്താ ഈ പറയുന്നത്? അല്ലെങ്കിൽ ഇത്തരമൊരു നിലപാടിലേക്ക് വരുവോ? ഇത് ഇത്ര കാലം നടത്തിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടം UDFന്റെ ഗതികേടല്ലേ എന്നത്? UDFന്റെ ഗതികേടല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ അടുക്കളയിൽ പണിയെടുത്തവനും കൊടപിടിച്ചവനും അതുപോലെ പാർട്ടിയുടെ എല്ലാവിധ സ്ഥാനമാനങ്ങളും കാലാകാലമായി അനുഭവിച്ച് അതിൻ്റെ സുഖം കണ്ട് അതിൽ നിന്ന് പരമാവധി വെട്ടിപ്പ് നടത്തി, സാമ്പത്തിക വെട്ടിപ്പ് നടത്തി, അതിൽ പാർട്ടി നടപടി നേരിട്ടാൽ ആ പാർട്ടി നടപടി നേരിട്ടതിനെ തിരുത്തി ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തോടുകൂടി തിരിച്ചു വരുന്നതിന് പകരം ഞാനിത് തുടരും, എനിക്ക് ഈ പണിയാണ് നല്ലത്, ഏത് ഈ വെട്ടിപ്പും തട്ടിപ്പുമാണ് എൻ്റെ പണി, ഞാനിത് തുടരും എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കണവനോടൊക്കെ എന്ത് പറയാനാ? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളാണല്ലോ ഇവരെയെല്ലാം, അതായത് CPM-നോടൊപ്പം നിൽക്കുമ്പോൾ കൊള്ളരുതാത്തവർ. ഇനിയിപ്പോൾ ഈ പറയുന്ന ഇയാൾ വലിയ മഹാനാക്കി നിങ്ങൾ മാറ്റുമല്ലോ. നിങ്ങൾ അത് അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് അന്വേഷിക്കും. ഇത്രയും പ്രശ്നമുള്ള ശശി കഴിഞ്ഞ ആഴ്ച വരെ LDF സർക്കാർ കൊടുത്ത ആവട്ടെ. അതായത് എല്ലാ കാലത്തും ഞങ്ങളുടെ പാർട്ടിയിൽ പല ഘട്ടങ്ങളിലായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല വീഴ്ചകളും പോരായ്മകളും വരുന്നുണ്ട്, പലവർക്കും വരാറുണ്ട്. അപ്പം അതിലെല്ലാം ഞങ്ങൾ അതാത് വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടപടികൾ സ്വീകരിക്കും. ആ നടപടികൾ തിരുത്താനാണ്, ഒരാളെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതെ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ തിരുത്താനാണ്. അങ്ങനെ തിരുത്തി വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ശശിനിയും കണ്ടത്. ആ രൂപത്തിലാണ് ശശിനിയും കണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന ശശിനിയും ആ രൂപത്തിലാണ് കണ്ടത്. പക്ഷേ ഒരാൾ നശിക്കാൻ തീരുമാനിച്ചാൽ, സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ തിരുത്തിയാൽ തീരുമോ? ഒരാൾ സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ തിരുത്തിയാൽ തിരുത്തില്ലല്ലോ. അതാണ് ശശിന്റെ ഇപ്പോഴത്തെ പതനം. ആയിക്കോട്ടെ, വെല്ലുവിളി. അതായത് തൊഴിലാളികളുടെ ചെത്തു തൊഴിലാളികളുടെ ആനുകൂല്യം ചർച്ച ചെയ്ത് കോൺട്രാക്ടർമാരിൽ നിന്നും രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമി ആര് വിറ്റു? കോൺട്രാക്ടർ ഉപയോഗിച്ച ഒരു ജീപ്പ്, ആ ജീപ്പ്
തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരമായി കൈമാറി. അത് ആര് ഉപയോഗിച്ചു? അത് ആരുടെ കൈവശം? അതായത് ഒരു സൈക്കിൾ പോലും സ്വന്തമില്ലാത്ത PK ശശിയായിരുന്നു പണ്ട്. പിന്നീട് ആകെ ജീപ്പിൽ ആദ്യമായി കയറിയത് ചുമട്ട് തൊഴിലാളികൾക്ക് വേണ്ടി നഷ്ടപരിഹാരം എന്നതിലേക്ക് അന്ന് കോൺട്രാക്ടറുകാരൻ കൊടുത്ത ജീപ്പാ. അതിപ്പോഴും കാണാനില്ല. കാണാമറയത്താ. ഞാൻ പറയുന്നത് പാർട്ടിക്കകത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. PN സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണുകയായിരുന്നു. PK ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ശശിയും സുരേഷ് ബാബുവും നേർക്കുനേർ വരികയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം അഴിമതിയുടെ ചെളി വാരിയെറിയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുമാണ് ഉള്ളത്. പാലക്കാട്ടെ CPIM വിമതരുടെ കൺവെൻഷൻ വേദിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് PK ശശിയെ CPIM-ൽ നിന്നും പുറത്താക്കിയത്. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെ 7 അംഗങ്ങളുടെ പിന്തുണ വിമത കൂട്ടായ്മയ്ക്ക് ഉണ്ടെന്ന് PK ശശി അവകാശപ്പെട്ടു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ PK ശശി ആഞ്ഞടിച്ചിരുന്നു. അടിമുടി CPIM രീതിയിൽ നടന്ന കൺവെൻഷനിലേക്ക് റെഡ് വളരിയസ് ആണ് PK ശശിയെ വേദിയിലേക്ക് ആനയിച്ചത്. മാർക്സിസ്റ്റ് കൂട്ടായ്മ എന്ന പേരിലായിരുന്നു CPIM വിമതർ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. വിമതരുടേതല്ല, പാർട്ടിയിൽ അസംതൃപ്തരുടെ കൂട്ടായ്മ എന്ന് പ്രഖ്യാപിച്ചുള്ള PK ശശിയുടെ പ്രസംഗം പലപ്പോഴും വൈകാരികമായി. ഇത് വിമതരുടെ കൂട്ടായ്മയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഉശിരി പണയം വെക്കാത്ത ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്ന അനേകായിരങ്ങളുടെ ജീവരക്തം കൊണ്ട് നിറം പകർന്ന ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇൻകുലാബിന്റെ ശബ്ദം വെടിമുഴക്കമായി ഏറ്റുവാങ്ങുന്ന വിപ്ലവകാരികളുടെ കൺവെൻഷനാണ് ഇത്. കമ്മ്യൂണിസ്റ്റുകാരുടെ കൺവെൻഷനാണ്. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു സ്പിരിറ്റ് കച്ചവടക്കാരനെന്ന് രൂക്ഷ വിമർശനം. ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? ഞങ്ങൾ കാത്തിരുന്നു. ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെയല്ലേ സ്വാഭാവികമായും ചെയ്യേണ്ടത്? നടന്നോ? എത്ര പരാതി കൊടുത്തു? വിമത കൂട്ടായ്മയിലേക്ക് CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ 7 പേർ എത്തുമെന്നും അവകാശവാദം. 24 പാലക്കാട്. പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അനുനയിപ്പിക്കാനുള്ള CPIM നേതൃത്വത്തിന്റെ നീക്കങ്ങളോട് മുഖം തിരിച്ചു മുതിർന്ന നേതാവ് G സുധാകരൻ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിൽ വിളിച്ചെങ്കിലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് G സുധാകരൻ അറിയിച്ചു. G സുധാകരനെ ചേർത്ത് നിർത്തിയുള്ള പ്രതികരണങ്ങളാണ് പാർട്ടി നേതാക്കൾ ഇന്ന് നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ പരിഹസിച്ചില്ലെന്നും ചിരിച്ചത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണെന്നും MV ഗോവിന്ദൻ G സുധാകരനെ ഫോണിൽ വിളിച്ചറിയിച്ചു. മെമ്പർഷിപ്പ് പുതുക്കണമെന്നും ആവശ്യപ്പെട്ടു. പാർട്ടി സെക്രട്ടറി നേരിട്ട് വിളിച്ചിട്ടും മഞ്ഞുരുക്കമില്ല. മെമ്പർഷിപ്പ് പുതുക്കില്ലെന്ന് G സുധാകരൻ. വിഷയത്തിൽ CPIM നേതാക്കളുടേത് കരുതലോടെയുള്ള പ്രതികരണം. അദ്ദേഹത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ പ്രയാസമുണ്ടാക്കുന്ന യാതൊന്നും മോശമായ കാര്യങ്ങളും ഉണ്ടാവില്ല. വളരെ നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ സഖാവ് G സുധാകരന്റെ അനുഭവ സമ്പത്തും കഴിവുമെല്ലാം CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സഹായകമായ വിധത്തിൽ അദ്ദേഹം ഉപയോഗിക്കും എന്നുള്ളതിനകത്താണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഫേസ്ബുക്ക് പോസ്റ്റിൽ പേരെടുത്ത് വിമർശനമുണ്ടെങ്കിലും തനിക്കെതിരെ G സുധാകരൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി R നാസറിന്റെ വിചിത്രവാദം. ഒരു കുഴപ്പമില്ല. താങ്കൾക്കെതിരെയുള്ള വിമർശനത്തിന് എന്താണ് മറുപടി? ഒരു വിമർശനമില്ല. ഒരു പ്രശ്നമില്ല. G സുധാകരന് പ്രശംസയുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്ത്. തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം, ഏതെടുക്കണം എന്നും അദ്ദേഹത്തിന് ആരും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയമായ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിലൂടെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതികരണം എന്താണ്, ഞങ്ങളുടെ മുന്നണിയുടെ പ്രതികരണം എന്താണെന്ന് ആ സമയത്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അനുനയ ശ്രമങ്ങൾ തുടരുന്നതിനിടെ G സുധാകരൻ ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം ഉപേക്ഷിച്ചു. 24 ആലപ്പുഴ. UDF ഭരണകാലത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ദിനപത്രങ്ങളിൽ സർക്കാർ പരസ്യം. മലയാള മനോരമയും മാതൃഭൂമിയും ഒഴിച്ചുള്ള മലയാള പത്രങ്ങളിലും ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലുമാണ് പരസ്യം. സർക്കാർ പണം ചെലവഴിച്ച് പരസ്യം നൽകിയതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു. ഇന്ന് പുറത്തിറങ്ങിയ ദിനപത്രങ്ങളിലാണ് UDF കാലത്തെ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന സർക്കാർ പരസ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഇന്നത്തെ വാർത്തയെന്ന് സംശയിച്ചേക്കാവുന്ന പരസ്യത്തിൽ വൈദ്യുതി, വിദ്യാഭ്യാസം, KSRTC, ക്ഷേമ പെൻഷൻ മുടക്കം, കാലിയായ ഖജനാവ്, വികസന മുരടിപ്പ് എന്നിവ UDF ഭരണത്തിലെ വീഴ്ചയായി ഉയർത്തിക്കാട്ടുന്നുണ്ട്.
തൊട്ടടുത്ത പേജിൽ 1-2 പിണറായി സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങളും വിവരിക്കുന്നു. ഇരുണ്ട കാലമെന്ന പേരിലുള്ള CPIMന്റെ ക്യാമ്പയിന് പിന്നാലെയാണ് സർക്കാരും UDF വിരുദ്ധ ക്യാമ്പയിന് വേണ്ടി പണം മുടക്കി പരസ്യം ചെയ്യുന്നത്. സർക്കാർ ചെലവിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. സർക്കാർ പണം ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് നല്ല കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അധികാര ദുർവിനിയോഗവും ധൂർത്തുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡേറ്റ ചോർച്ചയും നവകേരള സർവേയും പോലെ പത്രപരസ്യങ്ങളും കോടതി കയറുമെന്നാണ് പ്രതിപക്ഷ പ്രതികരണം നൽകുന്ന സൂചന. 24 തിരുവനന്തപുരം. മന്ത്രി AK ശശീന്ദ്രൻ കോഴിക്കോട് എലത്തൂരിൽ വീണ്ടും മത്സരിക്കുന്നതിൽ NCP സംസ്ഥാന നേതൃത്വത്തിലും എതിർപ്പ്. ഇന്നലെ ചേർന്ന പാർലമെന്ററി ബോർഡിൽ 2 അംഗങ്ങൾ ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ എതിർത്തു. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോയും ശശീന്ദ്രൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നതിനെ പരോക്ഷമായി എതിർത്തു. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് AK ശശീന്ദ്രൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറണമെന്ന ആവശ്യത്തിന് NCPയിൽ ശക്തിയേറുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഉയർന്ന എതിർപ്പ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് പടരുമ്പോൾ പ്രമുഖ നേതാക്കൾ തന്നെ ശശീന്ദ്രൻ വിരുദ്ധ നിലപാടിലേക്ക് മാറുന്നതാണ് ഇന്നലത്തെ പാർലമെന്ററി ബോർഡിൽ കണ്ടത്. 12-അംഗ ബോർഡിലെ 8 അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ 2 പേർ ശശീന്ദ്രൻ മത്സരിക്കുന്നതിനെ ശക്തമായി എതിർത്തു. മറ്റു 2 പേർ ശശീന്ദ്രനെ പൂർണ്ണമായും അനുകൂലിച്ചില്ല. യോഗത്തിൽ പങ്കെടുത്ത ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോ AK ശശീന്ദ്രനെ പരോക്ഷമായി എതിർത്തു. 10 കൊല്ലം മന്ത്രിയായിരുന്നിട്ടും പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കണോ എന്ന് സ്വയം ആലോചിക്കണമെന്നായിരുന്നു PC ചാക്കോയുടെ വാക്കുകൾ. കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയിലേക്ക് പേരയക്കുമ്പോൾ എലത്തൂരിലേക്ക് ഒറ്റപ്പേരിന് പകരം പട്ടിക അയക്കണമെന്നും PC ചാക്കോ നിർദ്ദേശിച്ചു. NCPയുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനും PC ചാക്കോ തന്നെ ആയതിനാൽ വെട്ടുമോ എന്ന് AK ശശീന്ദ്രൻ പക്ഷത്തിന് ആശങ്കയുണ്ട്. പാർട്ടിയുടെ യുവജന വിഭാഗം നേതാക്കളും ശശീന്ദ്രൻ മത്സരിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തുണ്ട്. കോഴിക്കോട് ജില്ലയിലെ യുവജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾ ഈ വിഷയത്തിലുണ്ട്. കാരണം കടന്നു വരാൻ പോകുന്ന പുതിയൊരു യുവജന നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു അഭികാമ്യമായ ഒരു കാര്യമല്ല. പുതുതായി കടന്നു വരുന്ന ആളുകളിൽ പോലും അത്തരം വാർത്തകൾ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി NCPയുടെ സംസ്ഥാന പാർലമെന്ററി ബോർഡ് യോഗം തിങ്കളാഴ്ച വീണ്ടും ചേരും. 24 തിരുവനന്തപുരം. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകൻ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയത് CPIM ആണെന്ന വിവാദ പരാമർശവുമായി കോൺഗ്രസ് നേതാവ്. കുത്തേറ്റ ധീരജിനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് CPIM വിശദീകരിക്കണമെന്ന് മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ് പറഞ്ഞു. ചെറുതോണിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സിലായിരുന്നു വിവാദ പരാമർശം. ധീരജിനെ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ വഴിയിൽ എന്താണ് സംഭവിച്ചതെന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയണ്ടേ? ഇവിടുത്തെ കോൺഗ്രസ് KSU പ്രവർത്തകരാണോ ഈ കൊലപാതകം ചെയ്തത്? നിങ്ങൾ ആലോചിക്കണം സ്നേഹിതന്മാരെ. ഇതിന് പുനരന്വേഷിക്കണമെന്ന് KSUവിന്റെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകം ചർച്ചയാക്കുകയാണ് കോൺഗ്രസ്. CPIMനെ പ്രതിക്കൂട്ടിലാക്കിയാണ് പ്രചരണം. കൊലപാതകത്തിന്റെ പാപഭാരം മുഴുവൻ കോൺഗ്രസ് KSU പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെച്ചുവെന്നായിരുന്നു മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസിന്റെ പ്രസംഗം. കുത്തേറ്റ ധീരജിനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് CPIM പറയണം. UDF അധികാരത്തിൽ വന്നാൽ ധീരജ് വധത്തിൽ പുനരന്വേഷണം ഉണ്ടാകും. കോൺഗ്രസുകാർക്ക് നേരെ ഏത് കൊടികുത്തിയവൻ വന്നാലും കയ്യും കാലും തല്ലിയൊടിക്കുമെന്നും ജോയ് തോമസ്. ഇവിടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഭരിക്കുന്ന ഭരണസമിതികളിൽ, സ്ത്രീകൾ ഭരിക്കുന്ന ഭരണസമിതികളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ നേതാക്കന്മാരല്ല, ഏത് കൊടികുത്തിയവൻ വന്നാലും അവന്റെ കയ്യും കാലും തല്ലിയൊടിക്കും. ആർക്കും സംശയം വേണ്ട. അതേസമയം ജോയ് തോമസിന്റെ വിവാദ പ്രസംഗത്തിൽ കോൺഗ്രസ് നേതൃത്വമോ CPIMോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 ഇടുക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകി തന്ത്രി കണ്ഠരര് രാജീവര. സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ബോർഡ് അധികൃതരും ഉദ്യോഗസ്ഥരുമാണ്. ആചാരപരമായ കാര്യങ്ങൾ യഥാവിധി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയായിരുന്നു തന്റെ ചുമതല. ബോർഡിന്റെ തീരുമാനങ്ങളിൽ വിധി കൽപ്പിക്കാൻ താൻ ആളല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായിട്ട് സന്നിധാനത്തേക്ക് എത്തിച്ചത് താനല്ലെന്നും തന്ത്രി മൊഴി നൽകിയിട്ടുണ്ട്. ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക്. മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കും. അല്പസമയത്തിനകം നിതീഷ് കുമാർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പങ്കെടുക്കും.
രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും താൻ ഒഴിയുന്ന കാര്യം നിതീഷ് കുമാർ തന്നെ സ്ഥിരീകരിച്ചു. രാജ്യസഭാംഗമാകാൻ താൻ ആഗ്രഹിക്കുന്നു. പുതിയ സർക്കാരിന് തന്റെ പൂർണ്ണ പിന്തുണയും മാർഗനിർദ്ദേശവും ഉണ്ടായിരിക്കുമെന്നും നിതീഷ് എക്സിൽ കുറിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതിനെതിരെ ഒരു വിഭാഗം JDU പ്രവർത്തകർ നിതീഷ് കുമാറിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ അടക്കം NDAയുടെ 5 സ്ഥാനാർത്ഥികളും നിയമസഭയിലെത്തി പത്രിക സമർപ്പിക്കും. നിതീഷ് കുമാർ രാജിവെക്കുന്നതോടെ മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കും. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പട്നയിൽ ചർച്ചകൾ ആരംഭിച്ചു. ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും സാധ്യത. കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ്, മുൻ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. പുതിയ സർക്കാരിൽ നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ അടക്കം JDUവിന് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന നിതീഷ് കുമാറിന് സുഖകരമായ പദവിയൊഴിയലിന് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് അവസരമാക്കുമ്പോൾ അടുത്ത വർഷം ജൂലൈയിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നിതീഷ് കുമാർ ലക്ഷ്യം വെക്കുന്നതായും അഭ്യൂഹങ്ങളുണ്ട്. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അസമിൽ 3 കോൺഗ്രസ് MLAമാർ BJPയിൽ. MLAമാരായ കമലാഖ്യ ഡേ പുർകായസ്ത, ബസന്തദാസ്, ശശികാന്ത് ദാസ് എന്നിവരാണ് BJPയിൽ ചേർന്നത്. ഗുവാഹത്തിയിലെ പാർട്ടി ആസ്ഥാനത്ത് BJP അധ്യക്ഷൻ ദിലീപ് സൈകിയ അംഗത്വം കൈമാറി. അസം കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ഭൂപൻ ബോറ നേരത്തെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നിരുന്നു. എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥി ജാസ്ലിയ ജോൺസൺ കാറിടിച്ച് മരിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രതിയെ പിടികൂടുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് എറണാകുളം റൂറൽ SP KS സുദർശൻ പറഞ്ഞു. കാർ ഓടിച്ച കോട്ടയം സ്വദേശി ഡോക്ടർ സിറിയക് P ജോർജിനായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. ഫെബ്രുവരി 28-നാണ് ജാസ്ലിയെ മഹീന്ദ്ര XUV 700 എന്ന ഡോക്ടർ സിറിയക് P ജോർജ് ഓടിച്ചിരുന്ന വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നത്. അപകടം നടന്ന് 6 ദിവസം കഴിഞ്ഞിട്ടും പ്രതി ഒളിവിൽ തന്നെയാണ്. ഇന്നലെ സിറിയക്കിന്റെ കോട്ടയത്തെ വീട്ടിലും ഇടുക്കിയിലെ ബന്ധുവീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പ്രതിയെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. നിലവിൽ സിറിയക്കിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാണ് ഡോക്ടർ സിറിയക്കിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയത്. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ കേസിലെ പ്രതിയെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി നമുക്കൊരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലും ഏലപ്പറയിലൊക്കെ പോയിട്ട് അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് അവിടെ പ്രതിയുടെ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പ്രതിയുടെ വീടുകളിലും ബന്ധുവീടുകളിലൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ പ്രതിയുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് ഒത്തുകളിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും ആരോപണം. എന്നാൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. പ്രതിയെ പിടികൂടാത്തതിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നലെ സുഹൃത്തുക്കളടക്കം പ്രതിഷേധവുമായി എത്തിയിരുന്നു. 24 കൊച്ചി. പത്തനംതിട്ട കോന്നിയിൽ കാൽനട യാത്രക്കാരൻ കാറിടിച്ച് മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഞ്ചൽ മണലിൽ സ്വദേശി അനൂപ് ഓടിച്ച കാറാണ് പോലീസ് പിടികൂടിയത്. തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിൽ പൂവൻപാറ സ്വദേശി രാജുവാണ് മരിച്ചത്. ഷിജോ കുര്യൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്നും. ഷിജോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? അസിത, ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 11:00 കോന്നി പൂവൻപാറയ്ക്ക് സമീപം രാത്രിയിൽ വെച്ച് ഈ കാൽനട യാത്രക്കാരനെ ഒരു വാഹനം കാറ് ഇടിച്ചു തെറിപ്പിക്കുകയും പൂവൻപാറ സ്വദേശി രാജു മരിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ഈ കാർ ഓടിച്ചത് ആരാണ്, ഏത് കാറാണ് അടക്കമുള്ള കാര്യങ്ങൾ കോന്നി പോലീസ് വളരെ വിശദമായിട്ട് അന്വേഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ കാർ ഓടിച്ച അനൂപിനെയും കോന്നി പോലീസ് പിടികൂടിയത്. മണലിൽ സ്വദേശി അനൂപ് ഓടിച്ച കാറും അനൂപിനെയും ഇപ്പോൾ പോലീസ് പ്രതി ചേർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 11:00 ഈ പറയുന്ന പൂവൻപാറ സ്വദേശി രാജുവിനെ കാറിടിപ്പിച്ചതിന് ശേഷം ഈ വാഹനം നിർത്താതെ പോവുകയായിരുന്നു. ഏതാണ്ട് 35 കിലോമീറ്റർ ദൂരത്തിലുള്ള വിവിധയിടങ്ങളിലെ CCTV കോന്നി SHO രാജഗോപാലിന്റെ നേതൃത്വത്തിൽ വളരെ വിശദമായിട്ട് പരിശോധിച്ചാണ് ഈ കാറും ഈ കാറോടിച്ച അനൂപിനെയും പ്രതി ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. അനൂപിന്റെ സുഹൃത്തിൻ്റെതാണ് ഈ i20 വാഹനം. ഈ വാഹനവും ഓടിച്ചുകൊണ്ട് അനൂപും അനൂപിന്റെ ഭാര്യയും മൂവാറ്റുപുഴയിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിൽ രാത്രി ഈ റോഡിന്റെ അരികു പറ്റിപ്പോയ രാജുവിനെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷമാണ് ഈ വാഹനം നിർത്താതെ പോയത്. ഗുരുതരമായിട്ട് പരിക്കേറ്റ രാജു ഈ അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ തൽക്ഷണം മരണപ്പെട്ടിരുന്നു. പിന്നെ അതുവഴി അവിടെ ഓടിക്കൂടിയ നാട്ടുകാർ രാജുവിന്റെ മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അതിനുശേഷം വളരെ നീണ്ട സ്ഥലങ്ങളിലെ പരിശോധനയും CCTV ഒക്കെ ശേഖരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ കാർ ഓടിച്ച അനൂപിനെയും പോലീസ് പിടികൂടിയത്. അനൂപിനെതിരെ നരഹത്യ അടക്കമുള്ള ആക്സിഡന്റൽ ഡെത്ത് അടക്കമുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട് പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അസിത, ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കം. ആദ്യ ദിനം മലയാളം ഉൾപ്പെടെ ഒന്നാം ഭാഷാ പരീക്ഷകളാണ് നടന്നത്. അല്പസമയത്തിനകം ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കും തുടക്കമാകും. മലയാളം പരീക്ഷയോട് കൂടിയാണ് SSLC പരീക്ഷകൾക്ക് തുടക്കമായത്. മലയാളം എല്ലാം പഠിച്ചോ? അങ്ങനെ ഒരു ധൈര്യം ഉണ്ട്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. കുഴപ്പമില്ല. എല്ലാം പഠിച്ചോ? പഠിച്ചിട്ടുണ്ട്. ഹാപ്പി തന്നെ. ഇല്ല ഇല്ല. പേടിയുണ്ടോ? ഇല്ല. അവർക്ക് പറയായിരുന്നു സമയം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണമെന്നും. മലയാളം ആയതുകൊണ്ട് സമയം കിട്ടാൻ പ്രയാസമാണ്. 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പം മാക്സിമം സ്പീഡായിട്ട് എഴുതിയാലേ എല്ലാം എഴുതി തീർക്കാൻ പറ്റുള്ളൂ. 9:30 ആരംഭിച്ച ആദ്യ പരീക്ഷ 11:30 അവസാനിച്ചു. എളുപ്പമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ. എളുപ്പമുണ്ടായിരുന്നു. സമയം കിട്ടിയോ എഴുതാൻ? ഓ ഓക്കെ. A+ ഉറപ്പാണോ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. സിമ്പിളാണ് വെച്ചാൽ സിമ്പിളാണ്, ടഫാണ് വെച്ചാൽ ടഫാണ്. എളുപ്പമാണ്. എളുപ്പമായിരുന്നു അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ എല്ലാം എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. പഠിച്ചെല്ലാം വന്നോ? പ്രതീക്ഷിച്ച പോലെ പാടുന്നില്ലായിരുന്നു. 4.17 ലക്ഷം വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. +2 പരീക്ഷ എഴുതുന്നത് 4.52 ലക്ഷം വിദ്യാർത്ഥികളാണ്. 3031 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. മാർച്ച് 30-ന് പരീക്ഷ അവസാനിക്കും. ഏപ്രിൽ 7-ന് മൂല്യനിർണ്ണയം ആരംഭിച്ച് മെയ് മാസത്തിൽ ഫലം പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യം. മെയ് 22-ന് ഹയർ സെക്കൻഡറി ഫലം പ്രസിദ്ധീകരിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് മേഖലകളിൽ പരീക്ഷകളുണ്ടാകില്ല. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. 24 കോട്ടയം. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. സൗദിക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം. അൽ ജൌഫ് ഭാഗത്ത് ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. ലക്ഷ്യം കാണും മുൻപേ ഡ്രോൺ തകർത്തതായി പ്രതിരോധ സേന അറിയിച്ചു. അതിനിടെ ചെങ്കടൽ വഴിയുള്ള എണ്ണ കയറ്റുമതി സൗദി അരാംകോ കൂട്ടി. ഹൊർമുസ് കടലിടുക്കിന് പകരമായി യാംബു തുറമുഖം വഴി എണ്ണ കയറ്റുമതിക്കും നീക്കം. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ജലീൽ, ആദ്യം ഈ ഏറ്റവും ഒടുവിലുണ്ടായ ആക്രമണ ശ്രമവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അസിത, സൗദിക്ക് നേരെ കഴിഞ്ഞ രാത്രിയും ഇറാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണ ശ്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യയുടെ വടക്കൻ മേഖലയിലുള്ള അൽജൌഫിലാണ് അവസാനമായി ആക്രമണമുണ്ടായത്. അൽജൌഫിന്റെ കിഴക്ക് ഭാഗം ലക്ഷ്യമാക്കി വന്ന ഡ്രോൺ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ സൗദി പ്രതിരോധ സേന തകർത്തതായി ഈ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്കിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ മധ്യ മേഖലയിലുള്ള റിയാദിന് സമീപം അൽഖർജ് ലക്ഷ്യമാക്കിയായിരുന്നു ഇന്നലെ രാത്രി ഇറാന്റെ ആദ്യത്തെ ആക്രമണം. അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസ് നിലനിൽക്കുന്നത് അൽഖർജിലാണ്. 3 ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണ ശ്രമം. എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ സൗദി മിസൈൽ പ്രതിരോധ സംവിധാനം ഇതും ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. പ്രതിരോധ മന്ത്രാലയ വക്താവ് ഔദ്യോഗികമായി ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേവലം സൈനിക താവളങ്ങൾ മാത്രമല്ല, സൗദിയുടെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യം വെച്ചും ആക്രമണം നടക്കുകയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ഇതുവരെ 30ഓളം ഡ്രോണുകളും 5 മിസൈലുകളുമാണ് സൗദിക്ക് നേരെ പ്രയോഗിക്കപ്പെട്ടത്. കിഴക്കൻ പ്രവിശ്യയിലെ റാസ് തന്നൂറയിലുള്ള അറാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ 2 തവണയാണ് ആക്രമണമുണ്ടായത്. സൗദിയുടെ എണ്ണ സാമ്പത്തിക സ്രോതസ്സുകളെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് വ്യക്തമാണ്. രാജ്യത്തിന്റെ മധ്യമേഖലയിലും അതോടൊപ്പം തന്നെ കിഴക്കൻ പ്രവിശ്യയിലും ഇപ്പോൾ വടക്കൻ ഭാഗത്തുമാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത്. അരാംകോ ലക്ഷ്യമിട്ട് മുൻപ് ആക്രമണം ഉണ്ടാകുകയും അതിന് പിന്നാലെ ഹൊർമുസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്ന പരസ്യ ആഹ്വാനം ഇറാൻ നൽകുകയും ഒക്കെ ചെയ്തത് ഈ സാമ്പത്തിക രംഗത്തടക്കമുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ വലുതായിരുന്നു. ഇപ്പോൾ അതിന് പകരമായി മറ്റു ചില മാർഗങ്ങൾ കൂടി കണ്ടെത്തുകയാണ് രാഷ്ട്രങ്ങളല്ലേ? അതെ അസിത, ലോകത്തെ ഈ എണ്ണ വിപണിയെ ആശങ്കയിലാക്കി ഹോർമുസ് കടലിടുക്കിൽ സംഘർഷം കടക്കുമ്പോൾ വിപണിയിലെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ വിപുലമായ ബദൽ സംവിധാനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സൗദി അരാംകോ. ഈ ഹോർമുസ് കടലിടുക്കിന് പകരമായി ചെങ്കടൽ തീരത്തെ യാംബു തുറമുഖം വഴി എണ്ണ കയറ്റുമതി ചെയ്യാനാണ് അറാംകോയുടെ നീക്കം. ഇതിനായി രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറൻ തീരത്തേക്ക് നീളുന്ന ഒരു കൂറ്റൻ പൈപ്പ് ലൈൻ അറാംകോ സജ്ജമാക്കി കഴിഞ്ഞു. പ്രതിദിനം 50 ലക്ഷം ബാരൽ എണ്ണ ഈ പാതയിലൂടെ കടത്തിവിടാൻ സൗദിക്ക് സാധിക്കും. വരും ദിവസങ്ങളിൽ ഈ ശേഷി 65 ലക്ഷം ബാരലായി ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. പ്രധാന ഉപഭോക്താക്കളായ ഏഷ്യൻ രാജ്യങ്ങളോട്
ചെങ്കടൽ തീരത്ത് നിന്ന് എണ്ണ സ്വീകരിക്കണമെന്ന് സൗദി അരാംകോ ഇതിനകം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഹോർമോസ് കടലിടുക്ക് വഴിയാണ് ലോകത്തെ 20% എണ്ണയും വാതകവും കടന്നു പോകുന്നത്. ഈ പാത ഇനി തടസ്സപ്പെട്ടാലും ആഗോള എണ്ണ വിപണിയിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ സൗദിയുടെ ഈ പുതിയ നീക്കം സഹായിക്കും. അസിത. ശരി, ജലീൽ കണ്ടമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം സൗദിക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമം സൗദി തടഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൂടിയാണ്. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ച ആശ്വാസത്തിൽ യാത്രക്കാർ. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 9 വിമാനങ്ങൾ ഇന്ന് ഗൾഫ് മേഖലയിലേക്ക് സർവീസ് നടത്തും. ഷാർജയിലേക്കുള്ള സർവീസ് എയർ അറേബ്യ ഇന്ന് ആരംഭിച്ചു. കരിപ്പൂരിൽ നിന്ന് 27ഉം തിരുവനന്തപുരത്ത് നിന്ന് 30 വിമാന സർവീസുകളും റദ്ദാക്കി. മധ്യപൂർവേഷ്യയിലെ സംഘർഷ സാഹചര്യം വ്യോമഗതാഗത മേഖലയെയാണ് പ്രതിസന്ധിയിലാക്കിയത്. കേരളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ ഭാഗികമായി കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്ന് 9 വിമാനങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് സർവീസ് നടത്തും. 13 വിമാനങ്ങൾ തിരിച്ച് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തും. എയർ അറേബ്യ വിമാനം സർവീസ് ആരംഭിച്ചു. ഷാർജയിലേക്കാണ് യാത്ര. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 30 വിമാന സർവീസുകൾ റദ്ദാക്കി. ഒമാൻ എയർവേസും എയർ ഇന്ത്യ എക്സ്പ്രസും മസ്കറ്റിലേക്ക് സർവീസ് നടത്തി. കരിപ്പൂരിൽ നിന്ന് 27 സർവീസുകളാണ് റദ്ദാക്കിയത്. മസ്കറ്റ്, റിയാദ്, ഷാർജ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ സർവീസ് നടത്തി. ജിദ്ദയിൽ നിന്ന് ഇൻഡിഗോ സർവീസും ഉണ്ടായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായി കയറ്റുമതി മേഖല. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിലച്ചതോടെ കമ്പനികൾ കാർഗോ ബുക്കിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. വിമാനമാർഗവും ചരക്കുകൾ പോകുന്നില്ല. കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി നടക്കാറുണ്ട്. എന്നാൽ സംഘർഷത്തിനു മുമ്പ് കപ്പൽ മാർഗം പോയ കണ്ടെയ്നറുകൾ പോലും മറുകരയിലെത്തിയിട്ടില്ല. 7 കണ്ടെയ്നറുകളിലായി KNP എക്സ്പോർട്ടേഴ്സിന്റെ 200 ടൺ പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്. കയറ്റുമതിക്കായി ഒരുക്കിയ 30,000 കിലോ പഴവർഗ്ഗങ്ങൾ പിൻവലിക്കേണ്ടിയും വന്നു. കഴിഞ്ഞ 28-ാം തീയതി നമ്മൾ കണ്ടെയ്നർ ഏറ്റ് പോയ ഷിപ്പുകളൊക്കെ ഇപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നില്ലാത്ത രീതിയിൽ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അത് ചിലപ്പോൾ ഇങ്ങോട്ട് റിട്ടേൺ വന്നാൽ നമുക്ക് കമ്പനിക്ക് ഭയങ്കര ലോസ് ആയിരിക്കും. അങ്ങോട്ട് പോയാലും നമുക്ക് ചെറിയ രീതിയിൽ സാധാരണ രീതിയിൽ പോകാത്തത് കൊണ്ട് അതിൻ്റെ ചെറിയൊരു ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, യുദ്ധം മൊത്തത്തിൽ നടക്കുന്നത് വേറെ ഏതോ ഭാഗത്താണെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരെ വരെ നല്ല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പച്ചക്കറി പഴവർഗ്ഗങ്ങളായതിനാൽ തിരിച്ചെത്തിയാലും ഇവിടുത്തെ വിപണിയിലും വിറ്റഴിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. വിമാനമാർഗം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി നിലച്ചതിനു പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും ഇടിഞ്ഞു. നിലവിൽ മസ്കറ്റിലേക്ക് ഒമാൻ എയർ, റിയാദിലേക്ക് ഫ്ലൈനാസ്, സൗദി എയർലൈൻസ് എന്നീ 3 വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. 24 മലപ്പുറം. നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് പത്രിക സമർപ്പിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. അല്പം മുമ്പാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതായും രാജ്യസഭയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകളൊക്കെ വരികയും പിന്നീട് അത് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ആ പത്രികാ സമർപ്പണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കേന്ദ്രമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളെ അദ്ദേഹത്തിനൊപ്പം കാണുകയും ചെയ്യാം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ബൽറാം, അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പദവിയിൽ നിന്നും ഒഴിയുന്നത് നിതീഷ്. പക്ഷേ അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ അണികൾ തന്നെ പാർട്ടി ഓഫീസിലേക്ക് വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും അത് ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും അതിനിടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു നിതീഷ്, പത്രിക സമർപ്പിക്കുകയാണല്ലേ? നിതീഷ് കുമാർ ഇപ്പോൾ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിയമസഭയിലെത്തിയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ രാവിലെ 11:30 പത്രിക സമർപ്പിക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത് എങ്കിൽ പോലും അപ്രതീക്ഷിത പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയായിരുന്നു. രാവിലെ മുതൽ തന്നെ നാടകീയമായ വൈകാരികമായ പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ചില പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലെത്തി കരയുന്നതും മറ്റും ഉള്ള ദൃശ്യങ്ങൾ അവിടെ നിന്നും വന്നു. എന്നാൽ ഉച്ചയോടെ ഈ പ്രതിഷേധങ്ങൾ ഏതാണ്ട് സംഘർഷത്തിലേക്ക് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി അണികൾ രോഷാകുലരായി സ്വന്തം പാർട്ടി ഓഫീസ് അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ പോലും പാർട്ടി ഓഫീസിന്റെ ചില ഭാഗങ്ങൾ തകർന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അവിടെ സന്ദർശകർക്കായി ഒരുക്കിയ, വിരുന്നിനായി ഒരുക്കിയ പാത്രങ്ങളും മറ്റും ഈ രോഷാകുലരായ പ്രവർത്തകർ എടുത്ത് എറിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ആ പ്രതിഷേധങ്ങൾ ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് കൈമാറുന്നതിൽ JDU-വിൽ വലിയ അമർഷമാണുള്ളത്. പ്രവർത്തകർ പാർട്ടി ഓഫീസ് ആക്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിനിടയിലാണ് ഇപ്പോൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നിതീഷ് രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി.
മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. മലപ്പുറത്ത് വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുകയാണ് കിഫ്ബി. സമസ്ത മേഖലയിലും മാറ്റങ്ങൾ സാധ്യമായി. 7000 കോടി രൂപയുടെ പദ്ധതികൾ ഇതുവരെ കിഫ്ബി വഴി മലപ്പുറത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള കേരളത്തിന്റെ വികസന കുതിപ്പിൽ നിർണായകമാവുകയാണ് കിഫ്ബി. ആരോഗ്യ, വിദ്യാഭ്യാസ, പൊതുഗതാഗത, കായിക മേഖലകളിലെല്ലാം കോടികളുടെ കിഫ്ബി ടച്ചുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ഭൗതിക അന്തരീക്ഷം മലപ്പുറത്തെ സ്കൂളുകൾക്ക് കാണാം. 268.9 കോടിയുടെ പ്രവർത്തനം ഇതിനോടകം പൂർത്തീകരിച്ചു. 61 വിദ്യാലയങ്ങളുടെ പ്രവർത്തനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യ മേഖലയിലും മുൻപില്ലാത്ത മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പൊന്നാനി താലൂക്ക് ആശുപത്രി, കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി, തവനൂർ CHC ഐസൊലേഷൻ വാർഡ്, താനൂർ CHC ഐസൊലേഷൻ വാർഡ് തുടങ്ങിയവയൊക്കെ പ്രധാന പദ്ധതികളാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ 14,000 കോടി രൂപയുടെ പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയും. 7,000 കോടിയുടെ പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള ഏകദേശം 7,000 കോടിയിലധികം വരുന്ന പദ്ധതികൾ ഇപ്പോൾ പ്രവൃത്തി ഘട്ടത്തിൽ. ഇപ്പോൾ നമ്മുടെ പൊന്നാനിയിലെ വരാൻ പോകുന്ന പാലം, തീരദേശ ഹൈവേയുടെ പൂർത്തീകരണം, മലയോര ഹൈവേയുടെ വലിയ ഭാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് എല്ലാ മേഖലയും നമ്മൾ ഇപ്പോൾ സ്പോർട്സ് ആവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, ആരോഗ്യമാവട്ടെ, അങ്ങനെ ഏത് മേഖലയെടുത്താലും അതിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഇത് വിഭാവനം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഇതിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങൾ അസ്ഥാനത്തായി എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞു. എടപ്പാൾ ഫ്ലൈ ഓവർ, 350 കോടി രൂപ ചെലവിലുള്ള പൊന്നാനി പുറത്തൂർ പടിഞ്ഞാറക്കര ഹൗറ മോഡൽ പാലം, പൊന്നാനി കർമ്മ പാലം, 104 കോടി ചെലവിൽ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡ്, നായർത്തോട് പാലം, തിരുനാവായ തവനൂർ പാലം തുടങ്ങി 1 ഡസനിലധികം പാലങ്ങളും കിഫ്ബിയിലൂടെ നിർമ്മാണം പൂർത്തിയാക്കി. ജില്ലയിലെ തീരദേശ പാതകൾ, കോളേജുകൾ, കുടിവെള്ള പദ്ധതികൾ, സബ് രജിസ്ട്രേഷൻ ഓഫീസ്, മൈതാനങ്ങൾ തുടങ്ങിയവയും കിഫ്ബി കരുത്തിൽ മികച്ചതായി. മികച്ച പ്രൊഫഷണലുകളെ കണ്ടെത്തുന്നതിലും ഡിജിറ്റലൈസറായിട്ടുള്ള ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് സംവിധാനം സജ്ജമാക്കുന്നതിലും വിജയിച്ചതിനാലാണ് മുടങ്ങിക്കിടങ്ങുന്നത് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ പൂർത്തിയാക്കാൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കിഫ്ബിക്ക് സാധിച്ചത്. അതിനുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ നമുക്ക് മലപ്പുറത്ത് കാണാൻ സാധിക്കും. മുഹമ്മദ് അഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. മന്ത്രി വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ച KSU പ്രവർത്തകരുമായി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KSU പ്രവർത്തകരെയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അജീഷ്, നടന്നത് ആക്രമണമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ള വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ പ്രതികളുമായുള്ള തെളിവെടുപ്പല്ലേ? ഇപ്പോൾ ഈ KSU പ്രവർത്തകർ 5 KSU പ്രവർത്തകരെയും ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. കണ്ണൂർ റെയിൽവേ പോലീസാണ് ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. കണ്ണൂർ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളവർ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. മാർച്ച് 12 വരെയായിരുന്നു ഇവരെ റിമാൻഡ് ചെയ്തിരുന്നത്. ഇന്ന് രാവിലെയാണ് കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇവരെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അതിനുശേഷം ഇവരെ പോലീസ് ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. അതിനുശേഷമാണ് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത്. ഇവിടുത്തെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. ആരോഗ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത് ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിന് അകത്തേക്ക് കയറുന്നതിന് മുമ്പുള്ള കവാടത്തിൽ വെച്ചാണ്. മന്ത്രി അങ്ങോട്ടേക്ക് നടന്നു കയറുമ്പോഴായിരുന്നു ഈ പ്രവർത്തകർ കരിങ്കൊടിയുമായി ഈ മന്ത്രിക്ക് അടുത്തേക്ക് അടുത്തത്. പിന്നീട് പോലീസ് ഇവരെ തടയുകയായിരുന്നു. അതിനിടയിൽ മന്ത്രിക്ക് കയ്യേറ്റമുണ്ടായി എന്നാണ് മന്ത്രി ആരോപിക്കുന്നത്. അതിനുശേഷം മന്ത്രി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മന്ത്രി പുലർച്ചെ പത്തനംതിട്ടയിലേക്ക് മടങ്ങിപ്പോയത്. എന്തായാലും ഇപ്പോൾ വേണ്ടി ഇതുപോലെ ദാസവലേഖിത പോലീസുകാരോട് പറയാനുള്ളത് ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. മര്യാദ, ഒരു നീതി നിയമമുണ്ട്. ഈ നാട് മുഴുവൻ കണ്ടതാ. മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിലാണ് ഈ രൂപത്തിൽ കൊണ്ടുവന്ന്. എന്താ പ്രൊട്ടക്ഷൻ, എന്താ സംവിധാനം? ഇത് പിണറായി വിജയന് വേണ്ടി ഈ കേരളത്തിലെ ഡിവൈഎഫ്ഐക്കാർ കരിങ്കൊടി കാണിച്ചിട്ടില്ലേ, മുദ്രാവാക്യം വിളിച്ചിട്ടില്ലേ? ഇതിന് കൃത്യമായ രൂപത്തിൽ മറുപടി പോലീസിനെ കൊണ്ട് പറയിക്കും. എല്ലാ കാലവും പിണറായി വിജയൻ ഇവരെ കൂടെ ഉണ്ടാവുന്ന ഇവർ കരുതണ്ട. ഏത് പോലീസായാലും ഈ പോലീസാണ് ഈ കള്ളക്കേസ് ഉണ്ടാക്കിയത്. ആ കള്ളക്കേസ് ഉണ്ടാക്കിയ പോലീസ് ഏതവനായാലും അവനെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കൈകാര്യം ചെയ്യും, ഒരു സംശയമില്ല.
എന്തായാലും ഈ പ്രവർത്തകരെ വലിയ കുറ്റവാളികളെ പോലെ വലിയ ബന്ദോബസ്തിൽ ഇങ്ങോട്ടേക്ക് തെളിവെടുപ്പിനെ കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി ഇപ്പോൾ പ്രതിഷേധിച്ചത്. ഇപ്പോൾ ഇവിടെ ഈ GRP പോലീസ് സ്റ്റേഷനിൽ ഈ പ്രവർത്തകരെ കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം. എന്തായാലും വലിയ പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഈ തെളിവെടുപ്പിനിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെ വലിയ കുറ്റവാളികളെ പോലെയാണ് പോലീസ് വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കി കൊണ്ടുവന്നത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ തെളിവെടുപ്പിനിടെ ഇവർ പ്രതിഷേധം നടത്തുകയും ചെയ്തു. എന്തായാലും തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഈ പ്രവർത്തകരെ ഈ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. റെയിൽവേ പോലീസാണ് ഇതിൽ കേസ് എടുത്തിട്ടുള്ളത്. ഈ ആരോഗ്യമന്ത്രിയുടെ ഗവൺമെൻറ് പരാതിയിലാണ് ഈ പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ കേസിന് ആസ്പദമായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും ഇതുവരേക്കും പോലീസിനും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും ഈ പ്രവർത്തകർ മന്ത്രിയെ കയ്യേറ്റം ചെയ്തു എന്ന തരത്തിലുള്ള തെളിവുകളില്ല. ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ കവാടത്തിന് മുന്നിലെ CCTV പരിശോധിച്ചപ്പോഴും ഈ കയ്യേറ്റം ചെയ്യുന്നതായി അടക്കമുള്ള തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. എന്തായാലും വലിയ പ്രതിഷേധം ഈ തെളിവെടുപ്പിനിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KSU പ്രവർത്തകരുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളിൽ വൈകാരിക പ്രതികരണവുമായി നടി അന്ന രാജൻ ശുദ്ധമായ ഭക്തിയോടെയാണ് ആറ്റുകാലെത്തി പൊങ്കാല അർപ്പിച്ചതെന്നും തന്റെ വസ്ത്രങ്ങളോ ഭാവങ്ങളോ ഏതെങ്കിലും ഭക്തരെ വേദനിപ്പിച്ചുവെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നുമാണ് പ്രതികരണം. പരിശുദ്ധമായ നിമിഷത്തിനിടെ ചില അനാവശ്യ വീഡിയോകൾ പകർത്തി പങ്കുവച്ചത് വേദനയുണ്ടാക്കി. സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് അന്ന രാജന്റെ പ്രതികരണം. PM ന്യൂസ് ഇതോടെ പൂർണ്ണമാകുകയാണ്. ഇനി 24 on 24 കാണാം. സുഹൈൽ മുഹമ്മദ് ചേരും.